ഉണ്ണിയമ്മേ കുമ്പടി വന്നു. രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ OK ഫാറൂഖ് കോൺഗ്രസിന്റെ നേതാവ്, ശ്രീ ജോമോൻ ചക്കാലക്കൽ BJP, ശ്രീ PM ആർഷോ CPM പ്രതിനിധി. എല്ലാം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നമുക്ക് സ്ഥാനാർത്ഥികളില്ലേ എന്നാണ് ഒരു അഭിപ്രായം. കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണോ ഇടതുപക്ഷം ഒരു പൊതു സ്വതന്ത്രനെ തേടി പോകുന്നത്? വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ അതാത് മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസൃതമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിവിധ ചിഹ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കരം തന്നെ. പലയിടങ്ങളിലും അപ്രതീക്ഷിത വിധം എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അത്തരം ഇടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞതിൻ്റെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഈ നാടിന് ഏറ്റവും സുപരിചിതനായിട്ടുള്ള പാലക്കാട്ടെ ജനങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തലേണ്ട ആവശ്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് പൊതു സ്വതന്ത്രനായി അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കും എന്ന ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ ആ മുന്നേറ്റത്തിൽ പാലക്കാടും കണ്ണുചേരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഈ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ വരുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ സ്വതന്ത്രന് കിട്ടുന്ന ഏതെങ്കിലും ചിഹ്നമാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ആർഷോ? അത് ഉത്തരം പറ. ഇല്ല, ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, സ്ഥാനാർത്ഥി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും സുപരിചിതനാണ്. ചിഹ്നം എന്നുള്ളതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനങ്ങളോട് എന്ത് സംവദിക്കുന്നു എന്നുള്ളതിനെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പ്രാധാന്യത്തോടു കൂടി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കേരളത്തെ കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിൽ എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് നയിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കേരളത്തിൽ എവിടെയും പരിശോധിക്കുന്ന ജനങ്ങൾക്കാകെ ബോധ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ 10 വർഷം നടന്നത്. ഈ നാടിനകത്തെ ജനങ്ങളെ സ്പർശിച്ചു കടന്നുപോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്, ക്ഷേമ പദ്ധതികളാണ്. സ്വാഭാവികമായും അത് ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചിഹ്നമെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പ്രചരണത്തിനുൾപ്പെടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ലഭ്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 75 മണിക്കൂറും 35 മിനിറ്റും പിന്നിട്ട് കഴിഞ്ഞു. അതിനൊന്നും ഇല്ലേ? 75 മണിക്കൂറും 35 മിനിറ്റും പിന്നിട്ട് കഴിയുമ്പോഴും 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കഴിയാത്തത്ര നിലയിലേക്കുള്ള പ്രതിസന്ധിയിൽ ഉഴലുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? സ്വാഭാവികമായി ചെറിയ പ്രശ്നമല്ലല്ലോ. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ജയിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് പറയാൻ വേണ്ടി കഴിയാത്ത അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി? തളിപ്പറമ്പിൽ നിങ്ങളുടെ കൂട്ടുന്ന ഒരാളെ കിട്ടി, വെയിറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി? പയ്യന്നൂർ നിങ്ങളുടെ കൂട്ടുന്ന ഒരാളെ കിട്ടി, ഇനിയും കിട്ടുന്ന വിചാരിച്ചിരിക്കുകയാണെന്ന്. ഞങ്ങൾക്കേറെ സന്തോഷം പകരുന്നതും ഞങ്ങൾക്കേറെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കളകളെ ഓരോന്നിനെയും അവർ പറിച്ചെടുത്ത് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇന്ന് പാലക്കാട് ജില്ലക്കകത്താണ് പ്രത്യേകിച്ച് ഇതൊരു നടക്ക് പോണ മാതിരില്ല. പാലക്കാട് ജില്ലക്കകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ കാലയളവിൽ ഇത്രമേൽ ആഹ്ലാദത്തോടെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തൊരു കാലം ഉണ്ടാവില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കാരണം ഏറ്റവും വലിയ പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തിനകത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കളയെ, ഏറ്റവും വലിയൊരു വേസ്റ്റിനെ അവർ കൊണ്ടുപോയി സ്വന്തം കൂടാരത്തിൽ ഞങ്ങൾ എടുത്ത് വെളിയിട്ടാള്, ഞങ്ങൾ പറിച്ച് വെളിയിലെടുത്ത് വെച്ചിരിക്കുന്ന അനുഭവമാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ അനുഭവം. നിർണയിച്ചു CPM പ്രതിനിധി പറഞ്ഞു, അവർക്ക് കാരായ രാജനെ പോലെ കൊലക്കേസിന് പ്രതിയായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഇന്ന് വന്ന് നാളെ സ്ഥാനാർത്ഥിയാക്കണം സരിനെ, മനസ്സിലായില്ലേ? സെക്സ് ആക്സിഡന്റ് നേതാവ് തലവനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സരിന് ആ നാവ് വാക്കിന്റെ ഉള്ളിൽ പോകുമ്പോഴത്തേനും സ്ഥാനാർത്ഥിയാക്കിയ പാരമ്പര്യമാണ് CPM. മണിക്കൂറുകൾക്ക് മുൻപാണ് ബീഹാറിൽ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നിന്ന് നടന്നത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്.
അവിടെ നിന്ന് എങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി BJP-യുടെ പ്രതിനിധി രാജ്യസഭയിലേക്ക് ജയിച്ചു പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലാണ് CJP എന്ന് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് 4 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നത്. ആർ ശങ്കറിന്റെ മകൻ മുൻപേ BJP-യിൽ പോയി. കെ കരുണാകരന്റെ മകൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഒരു കാലത്തും കരുതിയിരുന്നൊന്നല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേരളത്തിലെ കോൺഗ്രസും BJPക്ക് ആവശ്യമായ മുട്ട പിരിക്കുന്ന ഫാക്ടറിയായി മാറുന്നു. ആ നിലയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെയും മുഖ്യമന്ത്രിമാരുടെ വീടുകളിൽ നിന്ന് BJPക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറി എന്നുള്ളത് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിന്റെ നാല് മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്നും BJPക്ക് നേതാക്കൾ ഉണ്ടായ അവസ്ഥയിലേക്ക് കേരളം മാറി. രണ്ട് പക്ഷെ അതിനേക്കാൾ അപകടമല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം ഉന്നയിച്ച് MLA ആളുകൾ തൊട്ടടുത്ത ഇലക്ഷനിൽ മറിചേരി പോകുന്നത്? അതല്ലേ കുറച്ചുകൂടി ഗുരുതരം. പാലക്കാട് മണ്ണകത്ത് വെച്ച് പാലക്കാടിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മണ്ഡലത്തിനകത്താണല്ലോ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ പാലക്കാട് MP-യുടെ ഭാര്യ നിയമസഭയ്ക്കകത്ത് സ്ഥാനാർത്ഥിയായി കോങ്ങാട് വരുന്നത്. കോങ്ങാട് കോൺഗ്രസിന്റെ പ്രവർത്തകരല്ലേ പോസ്റ്റർ ഒട്ടിച്ചത് ശ്രീകണ്ഠനെതിരായിട്ട്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരു മിനിറ്റ്. കോങ്ങാട് പ്രവർത്തകരില്ലേ എന്ന് ചോദിച്ചു. പാലക്കാട് എന്താ LDF-ന് പ്രവർത്തകരില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. ഉരുളൊന്നും വേണ്ട. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഇവിടെ നിങ്ങളുടെ ഫ്ലക്സുകൾ വരുന്നുണ്ട്. അത് പുറത്തേക്ക് വരാത്ത ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങളുടെ ഫ്ലക്സുകൾ നിങ്ങളുടെ ആൾക്കാർക്കും ഇതുപോലെ പല പ്രശ്നങ്ങളുമുണ്ട്. എന്താ നിങ്ങൾക്ക് ഇവിടെ പാലക്കാട് സ്ഥാനാർത്ഥികളില്ലേ? എവിടെ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. പണിയെടുത്ത LDF-കാരില്ലേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഇത് തന്നെ ഒറ്റപ്പാലത്ത് കോൺഗ്രസ്സുകാരും ചോദിക്കുന്നത്. പെട്ടി ചുമന്ന കോൺഗ്രസ്സുകാരില്ലേ? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കുന്നത്? പറഞ്ഞാലും ഞങ്ങളുടെ കോങ്ങാട്ടെ സ്ഥാനാർത്ഥി DCC കമ്മിറ്റിയിലുള്ള അംഗമാണ്. വെറും സ്ഥാനാർത്ഥിയല്ല, DCC-യിലുള്ള അംഗമാണ്. LDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ്? പുതിയതായി വന്നതല്ലേ? FPCC മെമ്പറാണ് ഞങ്ങളുടെ കോങ്ങാട്ടെ സ്ഥാനാർത്ഥി. അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടോ ചോദിച്ചതേ ഉള്ളൂ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും കയ്യിലിരിപ്പുണ്ട്. ഇല്ലാന്നൊന്നും പറയാം. ഞങ്ങൾ ഇവിടെ ബിരിയാണി വിളമ്പി കൊടുത്ത് വോട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.